ഇനി നമുക്ക് ആപ്പം, ഇടിയാപ്പം, പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള വൈറ്റ് ചന മസാല ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് കടല ഞാൻ രാത്രിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കടലയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ഒരു 4 to 5 വിസിൽസ് വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ കടല വേവുന്ന നേരം കൊണ്ട് മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ, കടുക്, വലിയ ജീരകം, ചെറിയ ജീരകം, 2 സവാള നീളത്തിലരിഞ്ഞത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, കറിവേപ്പില എന്തായാലും ചേർക്കണം കേട്ടോ. ഇതൊക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാലയൊക്കെ ഒന്ന് ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം 2 പഴുത്ത തക്കാളി, ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് അല്പം വെള്ളവും ചേർത്തൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് മഷി പോലെ അരച്ചതും കൂടി ചേർക്കാം. നമ്മുടെ കറി ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കൊച്ചുള്ളി വറുത്തിടാം. നമ്മുടെ അടിപൊളി കറി സെറ്റായി.